സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്കായാലും വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ സിമ്പിളായിട്ട് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ അടിപൊളി പലഹാരമാണ്. ഉണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പമാണ്, നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു പലഹാരം തയ്യാറാക്കിയെടുക്കാനായിട്ട് ആദ്യം തന്നെ ഒരു പാനിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഏത് കപ്പിലാണോ എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് ആ ഒരു കപ്പ് തന്നെ ബാക്കിയുള്ളതൊക്കെ അളന്നെടുത്താൽ മതിയാവും. ഇനി ഇത് നല്ല സോഫ്റ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നാൽ ഇതിലേക്ക് 1 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അരിപ്പൊടി വറുത്തതായാലും വറുക്കാത്തതായാലും കുഴപ്പമില്ല കേട്ടോ. സാധാരണ പത്തിരിക്കൊക്കെ എടുക്കുന്ന അരിപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ അളവ് നമ്മൾ എടുക്കുന്ന അരിപ്പൊടിക്ക് അനുസരിച്ചിട്ടുണ്ടായിരിക്കും. ഇനി നല്ല വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാവും. വെള്ളം കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ അരിപ്പൊടി ഇട്ടിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഇത് ഏകദേശം ചൂടാറി വന്നാൽ നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ട് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കാം. ഇടയ്ക്ക് കയ്യിലൊന്ന് വെള്ളമാക്കിയിട്ട് വെള്ളം ജസ്റ്റ് ഒന്ന് തടവിയിട്ട് കുഴച്ചെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കുഴച്ചെടുക്കാനും പറ്റും കേട്ടോ. നന്നായിട്ട് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ ഇനി കയ്യിൽ കുറച്ച് എണ്ണ ആക്കിയിട്ട് ചെറിയ ബോൾസ് ആക്കിയിട്ട് ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഉരുട്ടിയെടുക്കാം. ചെറിയ ബോൾസാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ എല്ലാതും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ആവി കയറ്റിയെടുക്കണം. അതവിടെ ആവി വരുമ്പോഴത്തേക്ക് ഒരു പാത്രത്തിൽ 2 അച്ച് ശർക്കര 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ശർക്കര ഒന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ശർക്കര തിളപ്പിച്ചെടുക്കുന്ന സമയത്ത് അതിലേക്ക് 2 ചെറിയ കഷ്ണം പട്ടയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. ശർക്കര മെൽറ്റായിട്ട് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു പാനിലേക്ക് ഒന്ന് അരിച്ചിട്ട് ഒഴിക്കുന്നുണ്ട്. അഥവാ ഇനി കല്ലും മണ്ണൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു സമയം നമ്മുടെ ബോൾസും റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഒരുപാട് സമയം ആവി കയറ്റിയെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് വെന്താൽ മതിയാവും. ഇനി ഈ ശർക്കര വെള്ളത്തിലേക്ക് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും 1/4 കപ്പ് തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. തേങ്ങ കൂടി ചേർത്ത് മിക്സാക്കിയിട്ട് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ബോൾസ് ജസ്റ്റ് ഒന്ന് ചൂടാറിയിട്ടുണ്ട് കേട്ടോ. അതും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കാം. ബോൾസ് നന്നായിട്ട് മിക്സാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ച് 1-2 ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കുകയാണെങ്കിൽ ആ ഒരു ശർക്കരയൊക്കെ അതിലേക്ക് പിടിക്കാനും നല്ലതാണ്. പിന്നെ ശർക്കര ഒരുപാട് വറ്റിച്ചെടുക്കരുത്. അങ്ങനെ ആകുമ്പോൾ ഒറ്റനൂൽപ്പരുവൊക്കെ ആയിട്ട് വറ്റിച്ചെടുക്കുമ്പോൾ പിന്നെ തണുത്ത് വരുമ്പോൾ ഡ്രൈ ആയിട്ട് പോകും. അപ്പോൾ കഴിക്കാൻ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ കുറച്ചൊരു ലൂസായിട്ട് തന്നെ കിടക്കാൻ കേട്ടോ നല്ലത്. കുറച്ചൊന്നും എല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കി എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് വറ്റി പോകണ്ട, ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള അടിപൊളി പലഹാരമാണ്. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത്. ഇതുപോലുള്ള ഈസി റെസിപ്പികൾക്ക് പെപ്പറായിട്ട് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അടുത്ത നല്ല വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ.